നോട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ, ഇത് ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ നോട്ട് വായിക്കണം. ഓക്കെ. ഇനി അടുത്ത കാര്യം നമുക്ക് പഠിക്കേണ്ടത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അടുത്ത പഠിക്കേണ്ടത് ചോദ്യം ഇതാണ്: GST നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. GST നിലവിൽ വന്നത് GST നിലവിൽ വന്നത് പിള്ളേരെ ജൂലൈ 2017 ജൂലൈ 2017. ഓക്കെ, നമുക്കിനി GSTയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഈ GST എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? GST എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 101ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുക: 2016 101ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷത്തെ കുട്ടികളെ? 2016 101ാം ഭരണഘടനാ ഭേദഗതി. 101ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, എത്രാമത്തെ ബില്ലാ? എത്രാമത്തെ ഭേദഗതി ബില്ലാണ് ഈ GST എന്ന് പറയുന്നത്? 122ാമത്തെ ബില്ലാണ്. 122ാമത്തെ ബില്ലാണ്. ഓക്കെ, എപ്പോഴാണ് GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? രാഷ്ട്രപതി ഒപ്പുവെച്ച എപ്പോഴാ? GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച എപ്പോഴാ കുട്ടികളെ? അറിയോ? 2016 സെപ്റ്റംബർ 8-നാണ്. 2016 സെപ്റ്റംബർ 8-നാണ് GST ബില്ലിൽ ആര് ഒപ്പുവെച്ചത്? രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പൊ GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 8-നാണ്. 2016 സെപ്റ്റംബർ 8-നാണ്. ഓക്കെ, GST ഉദ്ഘാടനം ചെയ്ത് എപ്പോഴാണ്? GST ഉദ്ഘാടനം ചെയ്തത് ആർക്കെങ്കിലും? പിള്ളേരെ 2017 ജൂൺ 30-ന്. 2017 ജൂൺ 30-നാണ് GST ഉദ്ഘാടനം ചെയ്യുന്നത്. GST ഉദ്ഘാടനം ചെയ്തത് ആരാ? GST ഉദ്ഘാടനം ചെയ്തത് ആരാ കുട്ടികളെ? GST ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി മാത്രമാണോ? ആർക്കെങ്കിലും അറിയാമോ അത്? നരേന്ദ്രമോദി മാത്രമല്ല, നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്നിട്ടാണ് കേട്ടാ. നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്നിട്ട് പഴയ പാർലമെന്റ് ഉണ്ടല്ലോ, പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പൊ 2017 ജൂൺ 30-നാണ് GST ഉദ്ഘാടനം ചെയ്തത്. GST ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്ന് എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയില് നമ്മുടെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. GST നിലവിൽ വന്നത് എപ്പോഴാ? GST നിലവിൽ വന്നത് എപ്പോഴാ ഉള്ളരെ? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. GST എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് കേട്ടുകഴിഞ്ഞാല് 2016 101ാം ഭേദഗതി ബില്ലാണ്. 2016 101ാം ഭേദഗതി ബില്ലാണ്. 101ാം ഭേദഗതിയാണ്. എത്രാമത്തെ ബില്ലെന്ന് കേട്ടാൽ 122ാമത്തെ ബില്ല്. 101ാം ഭേദഗതി 122ാമത്തെ ബില്ലുമാണ്. 101ാം ഭേദഗതി 122ാമത്തെ ബില്ലുമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് കിട്ടി കഴിഞ്ഞാൽ 2016 സെപ്റ്റംബർ 8-ന്. 2016 സെപ്റ്റംബർ 8-ന്. എപ്പോഴാ ഉദ്ഘാടനം ചെയ്ത GST ഉദ്ഘാടനം ചെയ്ത എപ്പോഴാ? 2017 ജൂൺ 30-ന്. 2017 ജൂൺ 30-ന്. ഓക്കെ, 2017 ജൂൺ 30-ന് ഉദ്ഘാടനം ചെയ്തത് ആരാ ഉദ്ഘാടനം ചെയ്തേ? നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, GST നിലവിൽ വന്നത് എപ്പോഴാ? 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. ഓക്കെ, എങ്കിൽ പറയാം പ്രഥമ GST ദിനം ഏതാണ്? പ്രഥമ GST ദിനം പ്രീവിയസ് ചോദ്യമാണ്. പ്രഥമ GST ദിനം 2018 ജൂലൈ 1-നാണ്. 2018 ജൂലൈ 1-നാണ് പ്രഥമ GST ദിനം. അപ്പൊ പ്രഥമ GST ദിനം 2018 ജൂലൈ 1-നാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. എന്നാൽ GST ദിനം 2018 ജൂലൈ 1-നാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഈ GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ച ആരെന്നറിയാവോ? GST എന്ന ആശയം ആദ്യമായി പാർലമെന്റ് അവതരിപ്പിച്ച ആരെന്നറിയാവോ കുട്ടികളെ? GST എന്ന ആശയം ആദ്യമായി പാർലമെന്റ് അവതരിപ്പിച്ചത് P. ചിദംബരമാണ്. ആരാ കുട്ടികളെ? P. ചിദംബരമാണ് 2005-ൽ. GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ് 2005-ൽ. 2005-ൽ P. ചിദംബരമാണ് GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇനി ഇന്ത്യൻ GSTയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നതാണെന്നറിയോ? ഇന്ത്യൻ GSTയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നതാണെന്നറിയോ?
മൻമോഹൻ സിംഗോ? ഒരു കാലത്ത് മൻമോഹൻ സിംഗിനെ കൊണ്ടുവരികയാണ്. അരുൺ ജെയ്റ്റ്ലി അല്ല. അസീം ദാസ് ഗുപ്ത. അസീം ദാസ് ഗുപ്തയാണ് കേട്ടോ. അസീം ദാസ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. അസീം ദാസ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. അസീം ദാസ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ GST-യുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ GST യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് അസീം ദാസ് ഗുപ്തയാണ്. അസീം ദാസ് ഗുപ്തയാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 2005 P ചിദംബരവും GST-യുടെ ശില്പി എന്നറിയപ്പെടുന്നത് അസീം ദാസ് ഗുപ്തയാണ്. അസീം ദാസ് ഗുപ്തയാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് GST ആണ്? ഏത് തരത്തിലുള്ള GST ആണ്? പിള്ളേരെ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇരട്ട GST ആണ്. ഇരട്ട GST അല്ലെങ്കിൽ ഡുവൽ GST ആണ് കേട്ടാ. ഇരട്ട GST അല്ലെങ്കിൽ ഡുവൽ GST ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇരട്ട GST. അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും GST വിധിക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഇരട്ട GST എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇരട്ട GST ആണ്. ഓക്കെ, GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? GST ബില്ല് അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാ? GST ബില്ല് അസ്സാമാണ്. GST ബില്ല് അംഗീകരിച്ച ആദ്യ സംസ്ഥാനം അസ്സാമാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. രണ്ടാം സംസ്ഥാനം ബീഹാറാണ്. ബീഹാറാണ്. ഓക്കെ, 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിരുന്നു ബില്ലിന്. 16ാമത്തെ സംസ്ഥാനം ഏതാ? 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. ഓക്കെ, അപ്പൊ GST അംഗീകരിച്ച ആദ്യ സംസ്ഥാനം അസമാണ്. രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. 16 സംസ്ഥാനം വേറെ ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. ഓക്കെ, എന്നാല് സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാനയാണ് സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാന. അടുത്ത്, കേരളത്തില് സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയപ്പോഴാ? കേരളത്തില് സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയത് 2017 ഓഗസ്റ്റ് 17. 2017 ഓഗസ്റ്റ് 17 കേട്ടോ. ശരി, അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായി. 2017 ഓഗസ്റ്റ് 17. ഇനി എത്ര തരം GST ഉണ്ട്? എത്ര GST ഉണ്ട്? എത്ര വിഭാഗങ്ങളുണ്ട് GSTക്ക്? 3 അവിടെ തെറ്റി. 3 അല്ല കേട്ടോ. GSTക്ക് 4 വിഭാഗമുണ്ട് കേട്ടോ. 4 വിഭാഗമുണ്ട്. GSTക്ക് 4 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല്, ഒന്ന് CGST, 2 SGST, 3 UTGST, UTGST, 4ാമത്തത് IGST. ഓക്കെ, അപ്പൊ CGST, SGST, UTGST, IGST. ഓക്കെ, എന്താണ് CGST എന്ന് വെച്ച് കഴിഞ്ഞാൽ? CGST അതായത് സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്നതാണ് CGST. സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്നതാണ് CGST. SGST എന്താ? സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിക്കുന്നതാണ് SGST. UTGST എന്താ? UTGST യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള GST ആണ് UTGST. അടുത്ത IGST എന്താ? IGST വെച്ചാൽ ഇന്റഗ്രേറ്റഡ് GST ആണ്. ഇന്റഗ്രേറ്റഡ് GST ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അതായത് അന്തർ സംസ്ഥാന ചരക്ക് കൈമാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന GST ആണ് ഇന്റഗ്രേറ്റഡ് GST. അപ്പൊ ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ CGSTയും SGSTയും ഒരുമിച്ച് പിരിച്ച് തുല്യമായി വീതിച്ചെടുക്കുന്നു. നിങ്ങൾ നോക്കിയാൽ, നിങ്ങളൊരു സാധനം വാങ്ങുന്ന സമയത്ത് അതില് സ്റ്റേറ്റ് GSTയും ആഡിയിട്ടുണ്ടാവും, അതുപോലെ സെൻട്രൽ GSTയും ആഡിയിട്ടുണ്ടാവും. ഒരുമിച്ചാണ് ഈ GST എന്ത് ചെയ്യുന്നത്? പിരിക്കുന്നത്. ഒരുമിച്ചാണ് GST പിരിക്കുന്നത്. പിരിച്ചിട്ട് എന്ത് ചെയ്യും? വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ SGSTയും CGSTയും, കേന്ദ്ര ഗവൺമെന്റ് GSTയും സ്റ്റേറ്റ് ഗവൺമെന്റ് GSTയും ഒരുമിച്ച് പിരിക്കുകയും അതിനുശേഷം വീതിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി? ഓക്കെ, ശരി. ഇനി GST സ്ലാബുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, GST സ്ലാബുകൾ ഏതൊക്കെയാ? ലെഫ്റ്റ് ആയിക്കോ. GST സ്ലാബുകൾ പിള്ളേ പറ. 0, 5, 12, 18, 28. 0, 5, 12, 18, 28 കേട്ടോ. 0, 5, 12, 18, 28. ഓക്കെ, ഇതൊക്കെയാണ് GST സ്ലാബുകള്. ഇനി അടുത്ത്
ഈ GST-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാ? ലെഫ്റ്റ് ആയിക്കോ. GST-യുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാ? പിള്ളേരെ 246A, 269A, 279A, 246A, 269A, 279A. ഓരോ ആർട്ടിക്കിളും അറിയാവോ? ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു ഈ ആർട്ടിക്കിൾസ്. 246A എന്താ? 246A എന്താ? അതായത് GST-യുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുണ്ട്. GST-യുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് 246A. 246A. ഓക്കെ. 269A എന്താ? 269A എന്താ കുട്ടികളെ? IGST ചുമത്തുന്നതും ഇന്റഗ്രേറ്റഡ് GST ചുമത്തുന്നതും അത് പിരിക്കുന്നതും ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. IGST ചുമത്തുന്നതും അത് പിരിക്കുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണെന്നാണ് ഏത് പറയുന്നത്? 269A പറയുന്നത്. ഓക്കെ. 279A എന്താ? 279A എന്താ കുട്ടികളെ? 279A ആണ് GST കൗൺസിൽ. 279A ആണ് GST കൗൺസിൽ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ 3 ആർട്ടിക്കിൾ പഠിക്കുക. 246A എന്ന് വെച്ച് കഴിഞ്ഞാൽ GST-യുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുണ്ട്. 269A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് GST പിരിക്കുവാനും ചുമത്തുവാനുമുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. മൂന്നാമതായിട്ട് 279A GST കൗൺസിലാണ്. GST കൗൺസിലുമായി ബന്ധപ്പെട്ടാണ് 279A. ഓക്കെ, ശരി. അപ്പൊ കുട്ടികളെ ഒന്ന് പറഞ്ഞേ, ഈ GST കൗൺസിലിലെ അംഗസംഖ്യ എങ്ങനെയാണ്? GST കൗൺസിലിലെ അംഗസംഖ്യ എങ്ങനെയാണ് ഉള്ളത്? GST കൗൺസില് 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ. അങ്ങനെ പഠിച്ചോണേ. 2 കേന്ദ്രമന്ത്രിമാർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് എന്തിലുള്ളത്? GST കൗൺസിലുള്ളത്. ഓക്കെ. അപ്പൊ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് GST കൗൺസിലുള്ളത്. ഓക്കെ. ആ 2 കേന്ദ്രമന്ത്രിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ധനകാര്യ മന്ത്രിയും മറ്റൊന്ന് ധനകാര്യ സഹമന്ത്രിയുമാണ്. ഓക്കെ. സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററും ഫിനാൻസിന്റെ സഹമന്ത്രി. ഓക്കെ. അപ്പൊ സഹമന്ത്രിയിൽ മന്ത്രി. ഓക്കെ. അതിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? GST കൗൺസിലിലെ ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും കുട്ടികളെ? PM അല്ല, ഫിനാൻസ് മിനിസ്റ്റർ ആണ് കേട്ടാ. ഓക്കെ. എപ്പോഴും ചെയർപേഴ്സൺ ആരായിരിക്കും? ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാ കുട്ടികളെ? അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാ? നിർമ്മല സീതാരാമനാണ് നിലവില്. ഓക്കെ. ശരി. അപ്പോഴേ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി. GST കൗൺസിലിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ്. ആ 2 കേന്ദ്രമന്ത്രിമാർ എന്ന് പറയുന്നത് ഒന്ന് ധനകാര്യ മന്ത്രിയും മറ്റൊന്ന് ധനകാര്യ സഹമന്ത്രിയുടെ ധനകാര്യ വകുപ്പിലെ സഹമന്ത്രിയുമാണ്. ഓക്കെ, ശരി. അതിൽ നമ്മൾ പറഞ്ഞു ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ ആരാണ് കുട്ടികളെ? അത് എപ്പോഴും ആരാണ്? അത് എപ്പോഴും ധനകാര്യ മന്ത്രി ആയിരിക്കും. ഓക്കെ. ഇനി ഈ പറയുന്ന GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാണ്? GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാണ്? GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി കേന്ദ്ര റവന്യൂ സെക്രട്ടറിയാണ്. ആരാണ്? കേന്ദ്ര റവന്യൂ സെക്രട്ടറിയാണ് GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി. അപ്പൊ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാണ്? കേന്ദ്ര റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. ധനകാര്യ വകുപ്പല്ല, റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണ് ഇതിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ശരി. അപ്പൊ പഠിച്ചാണെങ്കിൽ ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. എത്രാമത്തെ ഭേദഗതിയാണ് GST? എത്രാമത്തെ ഭേദഗതിയാ? കമന്റ് ചെയ്തേ. 101 ഭേദഗതിയാണ്. എത്രാമത്തെ ബില്ലാ? 122ാമത്തെ ബില്ലാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാ? 2016 സെപ്റ്റംബർ 8-നാണ്. എപ്പോഴാണ് GST ഉദ്ഘാടനം ചെയ്തത്? 2017 ജൂൺ 30-ന്. ആരൊക്കെ ഉദ്ഘാടനം ചെയ്തേ? നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്നിട്ട്. GST നിലവിൽ വന്നത് എപ്പോഴാ? 2017 ജൂലൈ 1-ന് നിലവിൽ വന്നു. ഓക്കെ, ശരി. ഇനി ഈ GST എന്ന ആദ്യത്തെ GST ദിനം 2018 ജൂലൈ 1-ആണ്. ആദ്യ GST ദിനം 2018 ജൂലൈ 1-ആണ്. GST എന്ന ആശയം 2005-ൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ്.
എന്നാൽ ഇന്ത്യൻ GST യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് അസിം ദാസ് ഗുപ്തയാണ്. ഓക്കെ, GST അംഗീകരിച്ച ആദ്യ സംസ്ഥാനം അസമാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ ആണ്. 16 സംസ്ഥാനങ്ങളിൽ അംഗീകാരം ആവശ്യമായിരുന്നു. അതുകൊണ്ട് 16ാമത്തെ സംസ്ഥാനം ഏതാണ്? 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. 16ാം സംസ്ഥാനം ഒഡീഷയാണ്. ഓക്കെ, ശരി. അടുത്ത സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. കേരളത്തില് സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയത് 2017 ഓഗസ്റ്റ് 17-നാണ്. 2017 ഓഗസ്റ്റ് 17-നാണ്. 4 വിഭാഗങ്ങളുണ്ട് GST. 4 വിഭാഗങ്ങള്. 1 CGST, 2 SGST, 3 UTGST, 4 IGST. ഇത് CGSTയും SGSTയും ഒരുമിച്ച് പിരിക്കുകയും അതിനുശേഷം വീതിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, CGSTയും SGSTയും ഒരുമിച്ച് പിരിക്കുകയും അതിനുശേഷം വീതിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ GST സ്ലാബുകൾ പറഞ്ഞു. 0% ഉണ്ട്, 5% 12% 18% 28%. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പറഞ്ഞു. ഏതൊക്കെ ആർട്ടിക്കിൾസാ കുട്ടികളെ? 246A, 269A, 279A. ഓക്കെ, 246A GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ അധികാരമുണ്ടെന്ന് പറയുന്നു. ഓക്കെ, 269A ഇന്റഗ്രേറ്റഡ് GSTയെ കുറിച്ച് പറയുന്നു. ഇന്റഗ്രേറ്റഡ് GST ചുമത്താനും പിരിക്കാനുമുള്ള അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. 279A GST കൗൺസിലിനെ കുറിച്ച് പറയുന്നു. GST കൗൺസിലിന്റെ അംഗസംഖ്യ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗസംഖ്യ. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗസംഖ്യ എന്ന് പറയുന്നത് GST കൗൺസിലിന്റെ ഈ GST കൗൺസിലിന്റെ ആസ്ഥാനം എവിടെ അറിയോ? ആസ്ഥാനം ഡൽഹിയാണ് പിള്ളേർ. GST കൗൺസിലിന്റെ ആസ്ഥാനം ഡൽഹിയാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ചെയർപേഴ്സൺ എപ്പോഴും ധനകാര്യ മന്ത്രി ആയിരിക്കും. എപ്പോഴും ധനകാര്യ മന്ത്രിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി ആരാ? എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണ്. കേന്ദ്ര റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കും GST കൗൺസിലിലെ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ GST കൗൺസിലില് ഒരു തീരുമാനം പാസ്സാകണമെങ്കിൽ എത്ര അംഗങ്ങളുടെ അംഗീകാരം വേണം? അറിയോ? GST കൗൺസിലില് ഒരു തീരുമാനം പാസ്സാകണമെങ്കിൽ പകുതിയല്ല പിള്ളേരെ, പങ്കെടുത്ത അംഗങ്ങളിൽ 3 ഭൂരിപക്ഷം വേണം. മനസ്സിലായോ? പങ്കെടുത്ത അംഗങ്ങളിൽ 3 ഭൂരിപക്ഷം വേണം. ഉദാഹരണത്തിന് 20 പേര് പങ്കെടുത്തെങ്കിൽ 15 പേര് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. 20 പേര് പങ്കെടുത്തെങ്കിൽ 15 പേര് അംഗീകരിക്കണം. ഓക്കെ, മനസ്സിലായ? പങ്കെടുത്ത അംഗങ്ങളിൽ 3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ തീരുമാനങ്ങൾ പാസ്സാവത്തുള്ളൂ. 3 മെജോറിറ്റി കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ നമുക്കൊരു കോൺട്രവേഴ്സി ഉള്ള കാര്യമാണ് 50ാമത്തെ GST കൗൺസിൽ. 50ാമത്തെ GST കൗൺസിൽ കൂടിയതെന്ന് അറിയോ? 50ാമത്തെ GST കൗൺസിൽ കൂടിയത് എപ്പോഴാ? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ തന്നതാണ് പിള്ളേരെ. 2023 ജൂലൈ 11. 2023 ജൂലൈ 11 2023 ജൂലൈ 11 50ാമത്തെ GST കൗൺസിൽ കൂട്ടിയത്. 2023 ജൂലൈ 11. ഓക്കെ, ന്യൂഡൽഹി ആയിരുന്നു വേദി കേട്ടോ. ന്യൂഡൽഹി ആയിരുന്നു. ഓക്കെ, പ്രധാന തീരുമാനങ്ങൾ പറഞ്ഞുതരാണ്. പ്രധാന തീരുമാനങ്ങള് GSTയുമായി ബന്ധപ്പെട്ട തർക്ക പരിഹാരങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ ട്രൈബ്യൂണലുകൾ ആരംഭിച്ചു. മനസ്സിലായ? അതായത് GSTയുമായി ബന്ധപ്പെട്ട തർക്ക പരിഹാരങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ GST ട്രൈബ്യൂണലുകൾ ആരംഭിച്ചു. മനസ്സിലായ? GST ട്രൈബ്യൂണൽ ആരംഭിച്ചു. ബാക്കിയുള്ള നമ്മൾ ഇന്നലെ പഠിച്ചതാ. ഇന്നലെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ഓൺലൈൻ ഗെയിമുകൾക്ക് എത്ര ശതമാനമാക്കി? 18-ൽ നിന്ന് 28 ഓൺലൈൻ ഗെയിമുകൾക്ക് 18% 28% അതുപോലെ തിയേറ്റർ ഭക്ഷണത്തിന് 12% എത്രയാക്കി മാറ്റി? 5 കുറച്ചു. പിന്നെ ക്യാൻസർ പോലുള്ള ക്യാൻസർ പിന്നെ മറ്റ് അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ഇറക്കുമതി സമയത്ത് ചുമത്തിയിരുന്ന GST എന്ത് ചെയ്തു? 5% അത് ഒഴിവാക്കി, അല്ലെങ്കിൽ 0 ആക്കി മാറ്റി. ക്ലിയർ ആണല്ലോ? 5% ഒഴിവാക്കി. ഇത്രയാണ് പഠിച്ചത്. പിന്നെ ഒരു കാര്യം പഠിച്ചപ്പോഴേ സ്വർണത്തിന് E-way ബില്ല് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. സ്വർണത്തിന് E-way ബില്ല് നടപ്പിലാക്കാൻ തീരുമാനിച്ചു കേട്ടോ. E-way ബില്ല് കേട്ടോ. സ്വർണത്തിന് E-way ബില്ല് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതൊക്കെ 2023 ജൂലൈ 11 നടന്ന GST കൗൺസിലിന്റെ തീരുമാനങ്ങളാണ്.
അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, GST ട്രൈബ്യൂണലുകൾ, സ്റ്റേറ്റുകളിൽ GST ട്രൈബ്യൂണൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ എന്തായിരുന്നു? ഓൺലൈൻ ഗെയിമിന് ഈ 18 നിന്ന് 21% GST. തിയേറ്റർ ഭക്ഷണത്തിൽ 12% 5% കുറച്ചു. പിന്നെ ഈ ക്യാൻസർ, മറ്റ് അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നിന്റെ ഇറക്കുമതി GST എത്രയായി കുറച്ചു കുട്ടികളെ? 0 ആക്കി, അത് ഒഴിവാക്കി. 5% ഒഴിവാക്കി കേട്ടോ. പിന്നെ സ്വർണത്തിന് ഇ വേ ബില്ല് കേട്ടോ. ഇ വേ ബില്ല് നടപ്പിലാക്കാൻ തീരുമാനിച്ചു.